അങ്ങനെ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് രോഹിത്, എന്താ അവൻ വരാത്ത ഭക്ഷണം കഴിക്കാൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നത്, അച്ഛൻ ഞാൻ ഒരു ദിവസം കൂടി മേലെ കൊണ്ടുപോയി കൊടുത്തോട്ടെ, നാളെ മുതൽ അവൻ താഴെ വന്ന് കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ ഒന്നും ഉണ്ടാതിരിക്കുന്ന സമയത്ത് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോഴേക്കും എന്നോട് പിണങ്ങിയോ ചോദിക്കുന്നുണ്ട്. എടി മോളെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്താ വെച്ചാൽ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു പറഞ്ഞു. എന്തായാലും അലീന ഭക്ഷണം കൊണ്ടുപോയിട്ട് രോഹിത്തിന് മേലെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടോണി മാമച്ചൻ്റെ വീട്ടിലേക്കും ഗ്രേസമ്മയുടെ വീട്ടിലേക്കും വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഷെറീനെ അറിയാം, ഷെറീനായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗ്രേസിമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ ഷെറീൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മോനാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ടോണിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമായിട്ട് ഇറങ്ങിപ്പോണുണ്ട്. പാവം അവരുടെ കുട്ടീനാണല്ലോ, എന്താ ചെയ്തതെന്ന് അറിയണില്ലല്ലോ, എന്താ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും അവിടെ പറയണില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മുടെ ടോണി മുണ്ടാതെ ഇറങ്ങിപ്പോണുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അലീന വൈജോട് ചെന്ന് ചോദിക്കേണ്ടത്, നിങ്ങൾക്കൊന്നും കഴിക്കേണ്ടതെന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ വൈജ അലീനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ കഴിച്ചാൽ എന്താ, ഞാൻ എവിടെ കടന്ന് ഉറങ്ങിയാൽ നിനക്കണ്ട, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനനെ നല്ല ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ആക്കുന്നുണ്ട്. ആ സമയത്ത് അലീന വന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പറ്റിയത്. മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ബാലചന്ദ്രൻ ഞാൻ അവളെ അങ്ങനെ കാണിച്ചു കൊടുക്കാം, ഞാൻ അങ്ങനെ അവളെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജോട് ദേഷ്യപ്പെടാൻ പോകുന്നുണ്ട്. എന്തായാലും അലീന തടയുന്നുണ്ട്, അച്ഛ വേണ്ട അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുക.